ഇത് നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൊഴുക്കട്ട നോക്കിയാലോ. പാലക്കാടൻ കൊഴുക്കട്ടയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കുക. 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വാർത്ത് കളഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അധികം ഫൈനായിട്ട് പൊടിയണ്ട. ഇനി അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് കടുക്, സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉഴുന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയുടെ മിക്സിലോട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ഒരു പാത്രം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടി തളിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുള പിടിച്ചെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ കൊഴുക്കട്ടയാക്കിയിട്ട് നമ്മൾ ആവിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇഡലി പാത്രത്തിൽ ഒരു ഇല വെച്ചിട്ട് അതിനകത്തോട്ട് വാരി നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഒന്ന് ഒരു 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുക. 20 മിനിറ്റിന് ശേഷം നമ്മൾ ആവിയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്